ആട് 3 ഗംഭീര സിനിമ. കാരണം നമുക്ക് ഈ സിനിമ കണ്ടപ്പോഴും ഞാൻ റിവ്യൂ ഇട്ടത് ഞാൻ പറഞ്ഞു. കാരണം നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് ഒരു ഫുൾ ഹൗസിൽ ഇരുന്ന് കാണണം ഈ പടം. കാരണം ഇരുന്ന് ഫുൾ ടൈം ഇരുന്ന് ചിരിക്കാനായിട്ട് മാത്രം കാണാവുന്ന ഒരു സിനിമ. നമുക്ക് ഇതാണ് യഥാർത്ഥത്തിൽ ലോജിക്ക് ഒന്നും ഇല്ലാതെ ഫുൾ ടൈം ഇരുന്ന് ചിരിക്കാവുന്ന പടം. അന്നേരം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ടോപ്പ് നോച്ചായിട്ട് കോമഡി. ധർമ്മജൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കോമഡി. എല്ലാവരും അടിപൊളി. തിരിച്ചുവരവാണ് ധർമ്മജനെ, ഡ്യൂഡ് എന്തുവാണ് വിനായകനെയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഷാജി പപ്പൻ, പിന്നെ ജയസൂര്യയുടെ ഐക്കോണിക് ക്യാരക്ടറാണ് ഷാജി പപ്പൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും സൂപ്പറാണ്. സാത്താൻ സേവിയർ, എല്ലാവരും, വിജയ് ബാബു, എല്ലാവരും അടിപൊളി. എന്നാലും ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം അൺഒഫീഷ്യൽ ആണ്, ഒഫീഷ്യൽ ആക്കിയിട്ടില്ല, 15 കോടിക്കും 17 കോടിക്കും ഇടയിൽ വരുന്നുള്ളതാണ്. അതൊരു റെക്കോർഡാണ്. കാരണം ഒരു മെയിൻ സ്ട്രീം താരമല്ലാത്തവർ, അതായത് ഇങ്ങനെയുള്ള താരങ്ങളായി വെച്ചുകൊണ്ട് ഇത്രയും ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടുക എന്ന് പറയുന്ന ആടിന്റെ ഒരു ഫ്രാഞ്ചൈസി വന്നുകൊണ്ടായിരിക്കാം. പക്ഷെ 15 മുതൽ 17 കോടി രൂപ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീര കളക്ഷനാണ്. എനിക്കിത് രണ്ടാം ദിവസം ചിലപ്പോൾ ഇതിനെക്കാട്ടി കളക്ഷൻ വന്നേക്കാം. ഇതിനിടയിൽ വേറൊരു വലിയ നേട്ടം ഇതിനുണ്ട്. കാരണം GCCയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ഗംഭീര കളക്ഷൻ വരുന്നത്. എന്തായാലും തകർപ്പൻ കളക്ഷനാണ് ആടിന്. ഭയങ്കര തകർപ്പൻ ബുക്കിങ്ങുമാണ്. ഞായറാഴ്ച വരെ പലയിടത്തും ബുക്കിംഗ് ഫുള്ളാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ 100 കോടി എത്തുന്ന പടവുമായിട്ട് മാറും ആട് 3. എന്തായാലും വിജയക്കുതിപ്പ് നടത്തട്ടെ.